ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 213 വാല്യം 5 ഈശോ കറിയോത്തിൽ സിനഗോഗിൽ പ്രസംഗിക്കുന്നു. കറിയോത്തിലെ സിനഗോഗിന്റെ അകം ഞാൻ കാണുന്നു. സാവൂളിനെ അവർ വീഴ്ത്തിയ സ്ഥലം. ക്രിസ്തുവിന്റെ മഹിമ ദർശിച്ച ശേഷം അവിടെ കിടന്നാണ് സാവൂൾ മരിച്ചത്. ജനങ്ങളുടെ ഒരു വലിയ കൂട്ടം അവിടെയുണ്ട്. കറിയോത്തിലെ പ്രധാനികളും ഈശോയിൽ നിന്ന് അല്പം അകലെ പട്ടണവാസികളും. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈശോയും യൂദാസും നടന്നു വരുന്നു. ആൾക്കൂട്ടത്തിലെ ഏറ്റവും പൊക്കമുള്ളവർ ഇവർ രണ്ടുപേരുമാണ്. രണ്ടുപേരുടെയും മുഖം പ്രകാശിക്കുന്നു. ഒരാളുടേത് സ്നേഹം കൊണ്ട്, മറ്റേയാളുടേത് കറിയോത്തുകാരുടെ വിശ്വസ്തതയും ഗുരുവിനെ ബഹുമാനിക്കുന്നതിൽ കാണിച്ച താല്പര്യവും ഉളവാക്കുന്ന സന്തോഷ നിമിത്തം. സിനഗോഗ് തിങ്ങി നിറഞ്ഞ് ആളുകൾ നിൽക്കുന്നു. ശ്വാസം വിടാൻ ഇടയില്ല. വാതിലുകളെല്ലാം തുറന്നാണിട്ടിരിക്കുന്നത്. ഗുരുവിനെ ബഹുമാനിക്കാനും ശ്രവിക്കാനും എല്ലാവരും ശ്രമിക്കുന്നു. ഫലമോ ബഹളവും ശബ്ദവും ഒന്നും കേൾക്കാൻ കഴിയുകയുമില്ല. ഈശോ ശാന്തനായിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ക്ഷമയില്ല. അവർ ആംഗ്യം കാണിക്കുകയും സംസാരിക്കാതിരിക്കൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇരമ്പുന്ന കടൽ തീരത്തു നിന്ന് പറഞ്ഞാൽ എന്ന പോലെ ബഹളം നിമിത്തം അതൊന്നും ആരും കേൾക്കുന്നില്ല. യൂദാസും സമയമൊട്ടും കളയാതെ ഉയരമുള്ള ഒരു ബെഞ്ചിന്മേൽ കയറി തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിന്മേൽ അടിക്കുന്നു. ലോഹനിർമ്മിതമായ അവയും അവ തൂക്കിയിട്ടിരിക്കുന്ന ചങ്ങലകളും കൂട്ടിയടിച്ച് നല്ല ഇമ്പമായ സ്വരം, ഏതോ സംഗീതോപകരണം പോലെ. ജനങ്ങളെല്ലാം നിശബ്ദരായി. ഇനി ഈശോ പറയുന്നത് കേൾക്കാൻ പറ്റും. ഈശോ സിനഗോഗിന്റെ തലവനോട് പറയുന്നു, അലമാരയിലിരിക്കുന്ന 10ാമത്തെ ചുരുൾ എനിക്ക് തരൂ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തുറന്ന് അയാളുടെ പക്കൽ കൊടുത്തുകൊണ്ട് പറയുന്നു, 2 മക്കബായയിൽ നിന്ന് 4-ാം അധ്യായം വായിക്കൂ. സിനഗോഗ് തലവൻ അനുസരിക്കുന്നു. വായന ആരംഭിക്കുന്നു. ഓനിയാസിന്റെ ചഞ്ചലത, ജെയിംസന്റെ അബദ്ധങ്ങൾ, മെനലാവൂസിന്റെ വഞ്ചനകൾ, മോഷണങ്ങൾ എന്നിവ ജനത്തിന് പരിചിന്തനത്തിനായി നൽകപ്പെട്ടു. അധ്യായം തീർന്നു. സിനഗോഗ് തലവൻ വളരെ ശ്രദ്ധയോടെ വായന ശ്രവിച്ചുകൊണ്ടിരുന്ന ഈശോയെ നോക്കുന്നു. മതിയെന്ന് തലകൊണ്ട് അടയാളം നൽകിയ ശേഷം ഈശോ ജനങ്ങളുടെ നേരെ തിരിയുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്റെ നാട്ടിൽ ഞാൻ സാധാരണ പറയാറുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഏതാനും ദിവസങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ അയാൾ തന്നെ അവ നിങ്ങളോട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അപ്പസ്തോലന്മാരും ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള സംസർഗം ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മേലെ ഗലീലിയായിൽ വച്ച് തീരുമാനിച്ച കാര്യമാണ്. ആദ്യം അവിടെയാണത് പരീക്ഷിച്ചത്. ആ പരീക്ഷണം ഒരു വലിയ വിജയമായിരുന്നു. എന്നാൽ ശിഷ്യരുടെ എളിമ നിമിത്തം അവർ പിന്നിലേക്ക് വലിയുകയാണുണ്ടായത്. അവർക്ക് കഴിവില്ലെന്നും എൻ്റെ സ്ഥാനം കവർന്നെടുക്കുകയാണെന്നും പേടി. അതിൻ്റെ ആവശ്യമില്ല. അവർ നന്നായിട്ട് ചെയ്യും. അങ്ങനെ ഗുരുവിനെ അവർക്ക് സഹായിക്കാൻ കഴിയും. അവർ അത് ചെയ്യണം. യഥാർത്ഥമായ അപ്പസ്തോല വേല, പ്രസംഗം ഇവിടെ നിന്ന് ആരംഭിക്കണം. അങ്ങനെ ഗലീലിയ, ഫിനീഷ്യ പ്രദേശങ്ങളും യൂദയ നാടിനോട് സ്നേഹത്തിൽ ബന്ധിക്കണം. തെക്ക് ഭാഗത്തുള്ള സൂര്യനാടിൻ്റെയും മണലാരണ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിക്കണം. കാരണം ജനസമൂഹങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഗുരു മാത്രം പ്രസംഗിച്ചാൽ പോരാ. അത് തന്നെയല്ല, കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് ആദ്യത്തെ പറക്കൽ പഠിക്കട്ടെ. സൂര്യൻ അവരുടെ കൂടെയുള്ളപ്പോൾ, തൻ്റെ ചിറകുകളിൽ അവയെ താങ്ങാൻ കൂടെയുള്ളപ്പോൾ പഠിക്കട്ടെ. അതിനാൽ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനും നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നവനുമായിരിക്കും. അവരായിരിക്കും വചനം. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന വിത്ത് അവർ വിതയ്ക്കും. അതുകൊണ്ട് ഞാൻ പരസ്യമായി പഠിപ്പിക്കുകയില്ല. എന്നാൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് നൽകും, ഒരു പ്രവചനം. ഭാവിയിൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. അന്ന് ലോകത്തിലെ ഏറ്റവും ഭീകര സംഭവം നടക്കും. സൂര്യൻ അപ്പോൾ ഇരുണ്ടു പോകും. ആ അന്ധകാരത്തിൽ നിങ്ങൾ തെറ്റായി വിധിക്കത്തക്ക വിധം നിങ്ങളുടെ ഹൃദയത്തിന് പ്രേരണയുണ്ടാകാവുന്നതാണ്. നിങ്ങൾ തെറ്റിലകപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
കാരണം ആദ്യം മുതലേ നിങ്ങൾ എന്നോട് നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ലോകം നിങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കറിയോത്ത് ക്രിസ്തുവിൻ്റെ ശത്രുവായിരുന്നു. ഞാൻ നീതിയുള്ളവനാണ്. വിമർശനം ഞാൻ അനുവദിക്കുകയില്ല. ഒന്നുകിൽ എനിക്കെതിരെ, അല്ലെങ്കിൽ എനിക്ക് അനുകൂലം. വികാരങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട് എനിക്കെതിരെ തെറ്റ് ചെയ്യുന്ന നിങ്ങളെക്കുറിച്ച് പറയാനിടയാകരുത്. ഒരു വലിയ കുടുംബത്തിലെ എല്ലാ മക്കളിൽ നിന്നും തുല്യ വിശുദ്ധി പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ ഒരു വലിയ പട്ടണത്തിലെ എല്ലാവരിൽ നിന്നും ഒന്നുപോലെ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ദുഷ്ടനായ ഒരു മകനെ പ്രതി അഥവാ പൗരൻ നിമിത്തം കുടുംബം മുഴുവൻ അല്ലെങ്കിൽ പട്ടണം മുഴുവൻ പിഴയാണെന്ന് പറയുന്നത് സ്നേഹത്തിന് വളരെ എതിരാണ്. അതിനാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. പിന്നീട് ഓർത്തിരിക്കൂ. വിശ്വസ്തരായിരിക്കൂ. അന്യായമായ ഒരു കുറ്റാരോപണം നിങ്ങളുടെ മേലുണ്ടാകാതെ നിങ്ങളെ സംരക്ഷിക്കത്തക്ക വിധം അത്രയേറെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അതുപോലെ നിർദോഷികളായവരെ നിങ്ങളും സ്നേഹിക്കുന്നു. എല്ലായ്പ്പോഴും അവർ ആര് തന്നെയായിരുന്നാലും കുറ്റം ചെയ്യുന്നവരോട് അവർക്കുള്ള ബന്ധം എന്തുതന്നെയായാലും അവരെ നിങ്ങൾ സ്നേഹിക്കണം. ഇനി ശ്രദ്ധിക്കൂ, ഒരേ സമയം വരും. അപ്പോൾ ഇസ്രായേൽക്കാർ ഭണ്ഡാര സൂക്ഷിപ്പുകാരുൾപ്പെടെ പലരും ഇസ്രായേലിന്റെ വിവരങ്ങൾ നൽകും. യഥാർത്ഥത്തിലുള്ള പ്രധാന പുരോഹിതനെക്കുറിച്ച് അവർ ദുഷിച്ചു സംസാരിക്കും. ഇസ്രായേലിന്റെ ശത്രുക്കളുമായി കൂട്ടുപിടിച്ചു എന്നും ദേവപുത്രന്മാർക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചു എന്നും കുറ്റാരോപണം ചുമത്തും. വീണ്ടും ഒരു സമയം വരും. അപ്പോൾ ഓനിയാസിന്റെ കാലത്തേക്കാൾ നികൃഷ്ടമായ ഒരു സ്ഥിതി ഇസ്രായേലിലുണ്ടാകും. അന്ന് അപശബ്ദനായ ഒരു മനുഷ്യൻ ഇസ്രായേലിലെ പ്രധാന പുരോഹിതനാകാമെന്ന് മോഹിച്ച് പ്രധാനികളുടെ പക്കൽ ചെന്ന് തെറ്റായ വിവരങ്ങളാകുന്ന സ്വർണം നൽകി അവരെ തിന്മയിലേക്ക് വശീകരിക്കും. അവർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കുകയില്ലെന്ന് തന്നെയല്ല, അവന്റെ ദുരുദ്ദേശങ്ങൾ നേടാൻ വസ്തുതകൾ വളച്ചൊടിക്കും. നിലവിലിരിക്കുന്ന പാരമ്പര്യങ്ങളെ നശിപ്പിക്കും. ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരുടെ മേൽ പിടിമുറുക്കുന്നതിന്, അവന്റെ ലക്ഷ്യം നേടുന്നതിന് ഇതെല്ലാം ചെയ്യും. കാരണം മോറിയ പർവ്വതത്തിന്റെ ദൈവഭയമില്ലാതിരുന്ന ജെയിംസിന്റെ കായികാഭ്യാസ കളരിയില്ലെങ്കിലും ഇത് പർവ്വത പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ഒഴികഴിവ് ലഭിക്കാൻ അവർ സ്വന്തം പുരയിടത്തേക്കാൾ വില പിടിച്ചതിനെ, അതായത് അവരുടെ മനസാക്ഷിയെ വിൽക്കാൻ തയ്യാറാണ്. പഴയ തെറ്റിന്റെ ഫലങ്ങൾ ഇപ്പോഴും കാണാം. കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും. സ്നേഹം, വിശുദ്ധി, നീതി, നന്മ, ആഴമായ ആധ്യാത്മികത എന്നിവ ഉണ്ടായിരിക്കേണ്ട സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫലങ്ങൾ ഭയപ്പെട്ട് വിറയ്ക്കാൻ കാരണമാകുന്നുവെങ്കിൽ അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ വിറയലല്ല, ദൈവത്തിന്റെ ശാപമായിരിക്കും വരുത്തി വയ്ക്കുക. ഇതാ യഥാർത്ഥ പ്രവചനം. ഞാൻ ഗൗരവമായി പറയുന്നു. ദീർഘകാലത്തെ കൗശലവും തന്ത്രപരവുമായ നീക്കങ്ങളാൽ ഉയർന്ന സ്ഥാനവും വിശ്വാസ്യതയും നേടിയ ഒരുവൻ പ്രധാന പുരോഹിതനെ, സത്യമായി പ്രധാന പുരോഹിതനായിരിക്കുന്നവനെ പണം പറ്റിക്കൊണ്ട് ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. കപടമായ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് വഞ്ചിച്ച ശേഷം കൊലയാളികൾക്ക് സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കപ്പെടുന്ന അവൻ, സത്യമായി പ്രധാന പുരോഹിതനായവൻ, ഒരു നീതിനിഷ്ഠയുമില്ലാത്ത വിധത്തിൽ കൊല്ലപ്പെടും. ക്രിസ്തുവിനെതിരെ എന്തു കുറ്റാരോപണങ്ങളാണ് ചെയ്യാൻ കഴിയുക? അവനെ കൊല്ലാൻ എന്തവകാശമാണുള്ളതെന്ന് ഞാൻ എഴുന്നേറ്റ് തന്നെ ചോദിക്കുകയാണ്. അത് ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഭയാനകമായ നീതിയായിരിക്കും ലഭിക്കുക. വഞ്ചകന് മാത്രമല്ല, അവനോട് കൂട്ടുകൂടി കൊല നടത്തിയവർക്കും ലഭിക്കും. വഞ്ചകനായവൻ സ്വന്തം നിരാശയിൽ തന്നോടുകൂടെ തന്നെ പൈശാചികമായ അപരാധം ചെയ്ത് ജീവൻ അവസാനിപ്പിക്കും. എന്നാൽ കൂട്ടുനിന്നവർക്ക് കൂടുതൽ ദീർഘവും കൂടുതൽ കഠിനവുമായ യാതനകളായിരിക്കും ഉണ്ടാകുന്നത്. കാരണം വഞ്ചകന്റെ അന്ത്യം ഒരു നിമിഷം കൊണ്ട് കഴിയും. എന്നാൽ പിന്നീട് വരുന്ന ശിക്ഷ ദീർഘവും ഭീതിജനകവുമായിരിക്കും. വിധിവാചകത്തിൽ അത് കാണും. അവന്റെ ക്രോധം ആളിക്കത്തി. അന്തോണിക്കസിന്റെ രാജകീയ വസ്ത്രം അഴിച്ചു മാറ്റി. ഓനിയാസിനെ അവൻ വധിച്ച സ്ഥലത്ത് വച്ച് തന്നെ അവനെയും കൊല്ലുവാൻ കൽപ്പിച്ചു. അതെ, പൗരോഹിത്യ വംശം
അതിന്റെ സന്താന പരമ്പരയിലും അവരുടെ കൊലയാളികളിലും ശിക്ഷ അനുഭവിക്കും. തിന്മയ്ക്കിരയായ ജനക്കൂട്ടത്തിന്റെ ഭാഗധേയത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ നിന്ന് ഈ രക്തം എന്നോട് നിലവിളിക്കുന്നു, അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. ഈ വാക്കുകൾ ദൈവമാണ് പറയുന്നത്. ദൈവദാനം കാത്തു സൂക്ഷിക്കാതിരുന്നവരോടായിരിക്കും ഇത് പറയുക. ഞാൻ രക്ഷിക്കാൻ വന്നു എന്നത് സത്യമാകുന്നു. കൊലയാളികളായവർക്ക് ഹാ ദുരിതം! അവർ രക്ഷിക്കപ്പെടുകയില്ല. ഈ ജനത്തിന്റെ ആദ്യത്തെ രക്ഷ എന്റെ വചനമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഓർത്തിരുന്നുകൊള്ളൂ. ഞാൻ തെറ്റുകാരനാണെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം: അല്ല, അവൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ. ഇതാണ് അടയാളം: ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ കൊല്ലപ്പെടുന്ന ബലിമൃഗം ഇവനാണ്. ജനങ്ങൾ പോകാൻ തുടങ്ങി. കൈകാലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് അവർ സംസാരം തന്നെ പറയുന്നത് പ്രവചനത്തെക്കുറിച്ചും യൂദാസിനോട് ഈശോയ്ക്കുള്ള സ്നേഹവാത്സല്യങ്ങളെക്കുറിച്ചുമാണ്. കറിയോത്തിലെ ആളുകൾ ആഹ്ലാദചിത്തരായിരിക്കുകയാണ്, കാരണം മിശിഹ അവരുടെ പട്ടണം തെരഞ്ഞെടുത്തു. അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് അവരുടെ പട്ടണത്തിലാണല്ലോ. കറിയോത്തിൽ നിന്നുള്ള അപ്പസ്തോലന്റെ നഗരമാണല്ലോ ഈശോ തിരഞ്ഞെടുത്തത്. അതുപോലെ പ്രവചനവും അവർക്കാണല്ലോ നൽകിയത്. ദുഃഖകരമായ പ്രവചനമാണെങ്കിലും അത് അവർക്കാണ് നൽകിയതെന്ന കാര്യം വലുതാണല്ലോ. അതിനു മുമ്പ് പറഞ്ഞ വാക്കുകൾ എത്ര സ്നേഹമാധുര്യമുള്ളവയായിരുന്നു! എല്ലാവരും പോയി. സിനഗോഗിൽ ഈശോയും അപ്പസ്തോലന്മാരും മാത്രമായി. അവർ തോട്ടത്തിലേക്കിറങ്ങി. സിനഗോഗിന്റെയും സിനഗോഗ് തലവന്റെ വീടിന്റെയും ഇടയ്ക്കാണ് തോട്ടം. യൂദാസ് ഇരുന്ന് കരയുന്നു. നീ എന്തിനാ കരയുന്നത്? കരയാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല, യൂദാസ് തദേവൂസ് പറയുന്നു. കൊള്ളാം, അതുതന്നെ ചെയ്യണമെന്ന് എനിക്കും തോന്നുന്നു. അവൻ പറഞ്ഞത് നീ കേട്ടോ? നമുക്കതേക്കുറിച്ച് ഒന്ന് സംസാരിക്കണം, പത്രോസ് പറയുന്നു. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ഒന്ന് നമ്മൾ സംസാരിച്ചതാണ്. നമ്മൾ കുറെ കൂടെ നന്നാകുമായിരിക്കും. നീയും ജോണും അന്നേരം തന്നെ നന്നായി സംസാരിച്ചു. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സബദീപുത്രൻ ജെയിംസും പറയുന്നു. ഞാനാണ് ഏറ്റവും മോശം, എങ്കിലും ദൈവം എന്നെ സഹായിക്കും, ശരിയല്ലേ ഗുരുവേ? ഈശോ കയ്യിലുണ്ടായിരുന്ന ഏതാനും തുകൽ ചുരുളുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് ഈശോ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? എനിക്ക് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കും. നിന്റെ വാക്കുകൾ ആവർത്തിച്ച് പറയാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. എന്റെ ജ്യേഷ്ഠന് പേടി. യൂദാസ് കരയുകയാണ്. നീ കരയുകയാണോ? എന്തിന്? ഈശോ ചോദിക്കുന്നു. കാരണം ഞാൻ ശരിക്കും പാപം ചെയ്തു. ആൻഡ്രൂവും തോമസും അത് പറയും. ഞാൻ നിന്നെക്കുറിച്ച് നിരാശപ്പെട്ട് സംസാരിച്ചു. എന്നാൽ നീ എന്നെ നല്ലവനായി കരുതി, ഏറ്റവും പ്രിയ ശിഷ്യൻ എന്ന് വിളിച്ചു. ഇവിടെ പഠിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എത്ര വലിയ സ്നേഹം! എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? അറിയാമായിരുന്നു. എന്നാലും ഗുരുവേ, നന്ദി. ഇനി ഒരിക്കലും ഞാൻ പിറുപിറുക്കുകയില്ല. ഞാൻ ശരിക്കും അന്ധകാരമാണ്, നീ പ്രകാശവും. സിനഗോഗ് തലവൻ വന്ന് വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുന്നു. പോകുന്ന വഴിക്ക് അയാൾ പറയുന്നു, നിന്റെ വാക്കുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കറിയോത്തിൽ നിനക്കിഷ്ടപ്പെട്ട ഒരു ശിഷ്യനെ, സൈമണിന്റെ പുത്രൻ യൂദാസിനെ കണ്ടെത്തിയെങ്കിൽ അയോഗ്യനായ ഒരുത്തനെയും കാണുമെന്ന് നീ പ്രവചിക്കുന്നു. എനിക്കതോർത്തിട്ട് ദുഃഖമാണ്. ഭാഗ്യത്തിന് നമ്മുടെ യൂദാസ് അവന്റെ പേർക്കും കൂടെ നന്മയുള്ളവനായിരിക്കും. എന്റെ സകല ശക്തിയോടും കൂടെ, സമനിലയിലായ യൂദാസ് പറയുന്നു. ഈശോ ഒന്നും പറയുന്നില്ല. മറ്റുള്ളവരെ എല്ലാവരെയും നോക്കുന്നുണ്ട്. അനന്തരം ഇരു കൈകളും നിവർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയാകട്ടെ എന്ന് പറയുന്നത് പോലെ ആംഗ്യം കാണിക്കുക മാത്രം ചെയ്യുന്നു.